Watch India's largest kids library only on Jio Hotstar. Download the app now. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നത്തെ ദിവസം നമ്മുടെ സ്കൂളിന്റെ ഹിസ്റ്ററിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും നമ്മൾ ദ സെർച്ച് ഓഫ് ഗോൾഡൻ ഔൾ കോമ്പറ്റീഷൻ നടത്താൻ പോവുകയാണ്. എന്നാൽ ഇത് സാധാരണ ഒരു കോമ്പറ്റീഷൻ അല്ല. ഗോൾഡൻ ഔൾ അഡ്വാൻസ് മാജിക്കൽ അക്കാദമിയുടെ പ്രൊട്ടക്ടർ ആണ്. അത് അക്കാദമിയുടെ ക്യാമ്പസിൽ എവിടെയോ ഉണ്ട്. പക്ഷേ എവിടെയുണ്ടെന്ന് അത് ആർക്കും അറിയില്ല. ഇന്നേക്ക് 60 വർഷത്തിനു മുമ്പ് ജയ്സിംഗ് എന്നു പേരുള്ള സ്റ്റുഡന്റ് അത് അന്വേഷിച്ചു പോയിരുന്നു. എന്നാൽ അതിനുശേഷം വേറെ ആർക്കും അത് തേടി കണ്ടെത്താനായില്ല. എനിക്ക് ഉറപ്പാണ് ഇവര് പറഞ്ഞ ജയ്സിംഗ് നമ്മുടെ മുത്തശ്ശൻ തന്നെയാണ്. സൈലൻസ്. ഈ കോമ്പറ്റീഷന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആരാണോ ആ ഗോൾഡൻ ഔൾ തേടി കണ്ടെത്തുന്നത് അവർക്ക് ട്രോഫിയോടൊപ്പം ബാക്കിയുള്ള അക്കാദമിക് വർഷത്തിലേക്കുള്ള ഫ്രീ സ്കോളർഷിപ്പും ലഭിക്കും. ഈ കോമ്പറ്റീഷനിൽ ആരൊക്കെയാണോ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത് അവർ റൈറ്റിൽ വന്നു നിൽക്കൂ, ബാക്കിയുള്ളവർ ലെഫ്റ്റിൽ വന്നു നിൽക്കൂ. യെസ് അപ്പു, നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മാഡം, നമ്മുടെ സ്കൂളിന് വേറൊരു ഇമ്പോർട്ടന്റ് ട്രഡീഷനും ഉണ്ട്. എപ്പോഴെങ്കിലും ഏതെങ്കിലും സ്റ്റുഡന്റിന് പ്രശ്നമുണ്ടാകുമ്പോൾ അപ്പോൾ ടീച്ചേഴ്സ് അവരെ സഹായിക്കുന്നതാണ് പതിവ്. എന്താ കറക്റ്റ് അല്ലേ മാഡം? ഇവനിപ്പോ ആരെ കുറിച്ചാ സംസാരിക്കുന്നത്? ആബ്സല്യൂട്ട്ലി കറക്റ്റ്. അതുകൊണ്ട് ഡേ 1 മുതൽ ടീച്ചേഴ്സ് ഇക്കാര്യത്തിൽ വളരെ ഫോക്കസ്ഡ് ആണ്. താങ്ക് യു മാഡം. അപ്പൊ നിങ്ങളെ ഏതെങ്കിലും ഒരു ടീച്ചറിനെ എനിക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്ത് തരാമോ? അപ്പൊ ഗോൾഡൻ ഔൾ തേടി കണ്ടെത്താൻ അവരെന്നെ സഹായിക്കുമല്ലോ അല്ലേ? കലക്കി അപ്പു, എന്തൊരു പ്ലാനിങ്ങാ. കോമ്പറ്റീഷനിൽ പോലും അല്ല, നിനക്ക് വേണ്ടി എക്സാമിന് പോലും ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിനക്ക് 100% മാർക്സ് തീർച്ചയായും കിട്ടുമല്ലോ. ഈ കുട്ടികളുടെ ഓരോ കാര്യങ്ങള്. സൈലൻസ്. കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് ആരുടെ സഹായവും കിട്ടില്ല. കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് അത് നിന്റെ ചോയ്സ് ആണ്. ഒരുപക്ഷെ നീ അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് വിട്ടേക്കൂ. അത് അങ്ങനെയല്ല മാഡം, ഞാൻ തീർച്ചയായും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. റൂൾസ് കേക്കു കുട്ടികളെ. കോമ്പറ്റീഷനിൽ കുറെ അബ്സ്ട്രാക്റ്റുകൾ ഉണ്ട്. ആർക്കെങ്കിലും അത് ക്രോസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ ഈ കോമ്പറ്റീഷനിൽ നിന്ന് ഔട്ട് ആകും. ഓട്ടോമാറ്റിക്കലി ഹാളിലേക്ക് തിരിച്ചെത്തുന്നതായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ഈ ഹാളിലേക്ക് പെട്ടെന്ന് തിരിച്ചെത്തുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ കോമ്പറ്റീഷനിൽ നിന്ന് ഔട്ട് ആയെന്നാണ്. ഓക്കെ സ്റ്റുഡൻസ്, നൗ ബി അലേർട്ട്. നിങ്ങൾക്ക് ആദ്യത്തെ ക്ലൂ തരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ സ്വയം ചെയ്യേണ്ടതാണ്. എല്ലാവരും റെഡിയാണോ? ആദ്യത്തെ ക്ലൂ ഇതാണ്. ഞാൻ സ്കൂളിന് അകത്തുമല്ല, ഞാൻ സ്കൂളിന് പുറത്തുമല്ല. ഒരു സ്റ്റെപ്പ് തെറ്റായി എഴുതി വെച്ചാൽ പിന്നെ നിനക്ക് കണ്ടെത്താൻ കഴിയില്ല. ഓൾ ദ ബെസ്റ്റ്. കോമ്പറ്റീഷൻ സ്റ്റാർട്ട്സ് നൗ. ജോഡി, രുദ്ര ഗോൾഡൻ ഔൾ കണ്ടെത്തട്ടെ. നമ്മൾ വെറുതെ അവനെ ഫോളോ ചെയ്താൽ മതി. അവൻ അത് തേടി കണ്ടെത്തുമ്പോൾ നമ്മൾ ആ ഗോൾഡൻ ഔളിനെ തട്ടിപ്പറിച്ചിട്ട് രക്ഷപ്പെട്ടേക്കാം. വെരി ഗുഡ് ഐഡിയ ജെനി. മിഠായി ഇതുവരെ കിട്ടിട്ടില്ല, പക്ഷെ ഉറുമ്പുകൾ പിന്നാലെ തന്നെയുണ്ട്. നീ എന്താ ഈ പറയുന്ന മൈര? ഏത് മിഠായിയാണ്? ഏത് ഉറുമ്പുകളാ? ഒന്ന് തിരിഞ്ഞു നോക്ക്, നിനക്ക് തന്നെ മനസ്സിലാവും. അത് കണ്ടോ? സാരമില്ല, നമുക്ക് മുന്നോട്ട് പോവാം. മമ്മി നിങ്ങളോ?
നിങ്ങൾക്ക് രണ്ടുപേർക്ക് അവരെ രഹസ്യമായിട്ട് പോലും ഫോളോ ചെയ്യാൻ അറിയില്ലല്ലേ? പിന്നെ എങ്ങനെ നിങ്ങൾ ആ കോമ്പറ്റീഷനിൽ രുദ്രയെ തോൽപ്പിക്കുന്നത്? ഇതിപ്പോ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അക്കീര, സക്കീര, ബസൂക്ക, ജെനിയും ജോഡിയും കൊച്ചു പക്ഷികളായി മാറട്ടെ. മമ്മി, ഇത് നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? ഇത് അല്പസമയത്തെ കാര്യ. ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും സമാധാനമായിട്ട് രുദ്രയെ ഫോളോ ചെയ്യാൻ പറ്റും. അവൻ എങ്ങാനാ ഗോൾഡൻ ഔളിനെ കണ്ടുപിടിച്ച നിങ്ങൾ രണ്ടുപേരെ അത് തട്ടിപ്പറിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം. യു ആർ ടു ഗുഡ് മമ്മി. ലവ് യു മമ്മി. ബൈ. ബബിൾ ട്രബിൾ. ഞാനിപ്പോ കുറച്ചു മുമ്പ് ജെനിയും ജോഡി ഓടിപ്പോകുന്നത് കണ്ടതാ. ശത്രുവിന്റെ ശത്രു നമുക്ക് കൂട്ടുകാരനാണ്. വേഗം വാ. സ്കൂളിനകത്തുമല്ല, സ്കൂളിന് പുറത്തുമല്ല, സ്കൂളിനകത്തുമല്ല, സ്കൂളിന് പുറത്തുമല്ല. എന്ത് പറ്റി രുദ്ര? എന്താ നിന്നു പോയത്? റിമെമ്പർ, പ്രിൻസിപ്പൽ മാഡം ആദ്യം പറഞ്ഞ ക്ലൂ എന്തായിരുന്നു? ഗോൾഡൻ ഔൾ സ്കൂളിനകത്തുമല്ല, പുറത്തുമല്ല. നമ്മളും ഇപ്പൊ സ്കൂളിനകത്തുമല്ല, പുറത്തുമല്ല എന്ന് വെച്ച നമ്മുടെ ടാർഗറ്റ് ഇപ്പൊ നമ്മുടെ കാലിന്റെ താഴെ തന്നെ ഉണ്ടാവണം. ഇപ്പൊ എന്റെ കാല് സ്കൂളിന് പുറത്തുമല്ല, അകത്തുമല്ല. ഇപ്പൊ ഞാൻ നടുക്കാണ് നിൽക്കുന്നത്. ഓ, ഒരു മിനിറ്റ്. ഫ്രണ്ട്സ്, കിട്ടിപ്പോയി. രുദ്ര, you are amazing. നീ ആ puzzle seconds ൽ solve ചെയ്തിരിക്കുകയാണ്. ഈ ലാഡർ കാണാതെ പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് കേറി അകത്തേക്ക് ചെല്ലാം. രുദ്ര, ഈ ഇരുട്ടിൽ നമ്മൾ എങ്ങനെയാ മുന്നോട്ട് പോകുന്നത്? എന്തെങ്കിലും ഒന്ന് ചെയ്യൂ പ്ലീസ്. Zibaiska, light creator. അല്ല, ഇത് ഏതാ സ്ഥലം? നമ്മൾ തുടർന്ന് രുദ്രയെ ഫോളോ ചെയ്ത് പോയോണ്ടിരിക്കണം. ഇവിടെ ഗോൾഡൻ ഔളിന്റെ അടയാളം പോലും കാണുന്നില്ലല്ലോ. ഒരു മിനിറ്റ്. രുദ്ര, അവിടെ നോക്ക്. താഴെ നമ്മുടെ അക്കാഡമി കാണാൻ പറ്റുന്നുണ്ട്. അക്കാഡമി കാണാൻ പറ്റുന്നുണ്ടെന്നോ? ഈ സ്ഥലം അക്കാഡമിയിലല്ലോ, പക്ഷെ തീർച്ചയായിട്ടും അതിന്റെ അടുത്താണ്. ഒന്ന് വേഗം എഴുന്നേൽക്ക് ജോഡി, അവർ മുന്നോട്ട് പോവാ. ഇവിടെ എന്താ പ്രശ്നം? രുദ്ര, ഈ ക്രീച്ചേഴ്സ് ഫ്രണ്ട്ലി അല്ലെന്ന് തോന്നുന്നത്. അതിപ്പോ നമ്മുടെ നേർക്ക് വരികയാണ്. ഇത് കാണാൻ ഔൾസിന്റെ ഐസ് പോലെയുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ക്രീച്ചേഴ്സ് ഗോൾഡൻ ഔളിന്റെ പ്രൊട്ടക്ടേഴ്സ് ആയിരിക്കും. സോ വി ആർ ഓൺ ദ കറക്റ്റ് പാത്ത്. എന്താ നെറ്റ്വർക്ക് കിട്ടാത്തത്? ഇവിടെ വെച്ച് നോക്കാം. ഇവിടെയും കിട്ടുന്നില്ലല്ലോ.
Zibaiska, protection cover creator. Oh. അയ്യോ അമ്മേ ഓടിക്ക് രക്ഷിക്ക് അമ്മേ സഹായിക്ക് അമ്മേ രക്ഷിക്കണേ ജെനി, ഈ ഔൾ എങ്ങാനും നമ്മളെ ടച്ച് ചെയ്താ അപ്പൊ നമ്മൾ ഔട്ടായി പോകും. രക്ഷിക്കണേ രക്ഷിക്കണേ നമ്മൾ കോമ്പറ്റീഷനിൽ ഔട്ട് ആകുന്നാണോ നീ പേടിക്കുന്നത്? നമ്മൾ ജീവിതത്തിൽ തന്നെ ഔട്ട് ആവാനാ പോകുന്നത്. ഇത് നമ്മൾ തിന്നുന്നാ തോന്നുന്നത്. ഈ വഴി അപകടം പിടിച്ചതാന്നാ തോന്നുന്നത്. ഈ ഗോൾഡൻ ഔൾ എവിടെയാണാവോ ഉണ്ടാവുക? ഇത് കാണുമ്പോ എനിക്ക് തോന്നുന്നത് നമ്മൾ ഭൂമിയിൽ നിന്നും സ്വർഗത്തിൽ എത്തിച്ചേർന്ന പോലെയുണ്ട്. രുദ്ര, നമ്മൾ ഒരുപാട് ഓടിയതല്ലേ. ഇപ്പൊ റിവർ സൈഡിൽ നമുക്ക് കുറച്ചേരം റെസ്റ്റ് എടുക്കാം. ആയിക്കോട്ടെ, നമ്മളിപ്പോ പിക്നിക്കിനല്ലേ വന്നിരിക്കുന്നത്. ആമയുടെയും മുയലിന്റെ കഥ നീ മറന്നുപോയോ? നമ്മൾ റെസ്റ്റ് എടുക്കാൻ ഇവിടെ ഇരുന്നാലേ നമ്മുടെ പുറകിൽ നിന്ന് ആരെങ്കിലും വന്ന് ഗോൾഡൻ ഔലും കൊണ്ട് പറന്നു പോകും. മൈറ ഇസ് റൈറ്റ് വരുൺ. പക്ഷെ ഇത്രയും വലിയ ഏരിയയിൽ നമ്മൾ ഗോൾഡൻ ഔളെ എങ്ങനെ തേടി കണ്ടുപിടിക്കുന്നത്? ഇവിടെ ഒരു ക്ലൂ പോലും ഇല്ലല്ലോ. എന്നാ ശരി, വാ നമുക്ക് താഴോട്ട് പോവാം. രക്ഷപ്പെട്ടു. ഇനി ഏത് വഴിക്കാ പോണ്ടത്? രുദ്രയെ നമ്മൾ വാച്ച് ചെയ്യണം ബോസ്. നമ്മളെ വിട്ടിട്ട് ആ മൗണ്ടന്റെ നേർക്ക് എന്തിനാ പറന്നു പോയത്? I have an idea. ഗോൾഡൻ ഔൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? അവിടേക്ക് പോകാനുള്ള വഴി എനിക്ക് കാണിച്ചതാ. ഇതൊന്ന് തടഞ്ഞു രുദ്ര. പക്ഷെ എപ്പോഴും നിന്റെ മാജിക് ഒക്കെ നീ എന്നെ വെച്ചാണല്ലോ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. സാൻഡി ബോസ്, നിങ്ങളുടെ പ്ലാൻ അടിപൊളിയാ. രുദ്രയെ നമുക്ക് ഫോളോ ചെയ്യാം. അവൻ നമ്മളെ ഗോൾഡൻ ഔളിന്റെ അടുത്ത് എത്തിക്കും. സാൻഡി എപ്പോഴും സോളിഡ് പ്ലാനേ ചെയ്യുള്ളൂ. ഗോൾഡൻ ഔൾ കിട്ടിയതും അവന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ഞാൻ ആ ഗോൾഡൻ ഔൾ തട്ടിപ്പറിച്ച് എസ്കേപ്പ് ആകും. പക്ഷെ എന്തായാലും രുദ്ര ആ ഗോൾഡൻ ഔൾ ഒന്ന് കണ്ടുപിടിച്ചോട്ടെ. മൈറ, നിന്റെ മാജിക് ഇപ്പൊ വർക്കൗട്ട് ആയിരിക്കാണ്. ആ തടി ഇതാ പറന്നു പോകുന്നു. കണ്ടില്ലേ, മൈറയുടെ മാജിക് പോലെ തന്നെ ആ തടിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പറക്കുന്നത്.
അങ്ങോട്ട് നോക്കൂ വരുൺ, മൈരയുടെ മാജിക് ഫ്ലോപ്പ് ആയിട്ടില്ല. കണ്ടില്ലേ, ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഓപ്പോസിറ്റ് ആണ്. റിവറിന്റെ ഫ്ലോ, വാട്ടർഫാളിലുള്ള വെള്ളം, ശരിക്കും പറഞ്ഞ ഫിഷസ് പോലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നീന്തുന്നത്. ആ തടി റോങ് ആയിട്ടല്ല, റൈറ്റ് ഡയറക്ഷനിലാണ് പോയത്. രുദ്ര എന്ന് വെച്ചാൽ നമ്മൾ വാട്ടർഫോളിന്റെ അപ്പുറത്ത്, അതായത് മുകളിലോട്ട് പോകണം. നിങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അവിടെ എത്തിയിരിക്കും രുദ്ര. ബൈ ബൈ. മമ്മി രക്ഷിക്കണേ. അവര് രണ്ടുപേരും ശരിക്കും മണ്ടരാണ്, വന്നിരിക്കുന്ന രുദ്രയെ തോൽപ്പിക്കാൻ. ഈ തമാശ കണ്ട് ഒരുപാട് സമയം പോയല്ലോ. ഇപ്പൊ എത്രയും പെട്ടെന്ന് വാട്ടർഫാളിന്റെ മുകളിലേക്ക് ചെല്ലണം. വെള്ളത്തിന്റെ മുകളിൽ കൂടി പറന്നു പോയാൽ ഇലക്ട്രിക് ഫിഷസ് വീണ്ടും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. നന്നായിട്ട് പുറകെ പിടിച്ചിരുന്നോളൂ. രുദ്ര സൂക്ഷിച്ചേ. ബബിൾ, നിന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ വലിയൊരു ബബിൾ ഉണ്ടാക്ക്. നമുക്ക് അതിൽ കയറി പിടിച്ച് മുകളിലോട്ട് പോവാം. ഓക്കെ ബോസ്. അത് ശരി, അപ്പൊ അതാണല്ലേ കാര്യം. അത്യാഗ്രഹം കാണിച്ച് ജെനി ജോഡി ഇവിടുന്ന് പോയി കഴിഞ്ഞു. നമ്മൾ മുകളിൽ എത്തിയ ഉടനെ ആ ഗോൾഡൻ ഔൾ എടുത്തോണ്ട് നമുക്ക് ഇവിടുന്ന് പോയേക്കാം. സാൻഡി ബോസ്, we are in trouble. നമ്മൾ വെള്ളത്തിൽ വീണാൽ അടുത്ത നിമിഷം നമ്മൾ ഔട്ടായി പോകും. സാൻഡി ബോസ്, എന്തായാലും ഈ കോമ്പറ്റീഷനിൽ നമ്മൾ തോറ്റുപോയെന്നർത്ഥം. വടി അവിടെ ഉണ്ട്. അതാ റോക്കിനെ ചുറ്റി ചുറ്റി വരികയാണല്ലോ. എന്ന് വെച്ചാൽ ഗോൾഡൻ ഔൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. നിന്റെ മാജിക് അടിപൊളിയാ. ആ തടിയാണ് ഇപ്പൊ നമുക്ക് ശരിക്കുള്ള വഴി കാണിച്ചു തന്നിരിക്കുന്നത്. നമുക്ക് റോക്കിന്റെ അടുത്തേക്ക് പോവാം. കൊച്ചു കള്ളന്മാർ നേരത്തെ തന്നെ എത്തിക്കഴിഞ്ഞോ? മൈറ, നമ്മൾ ഇവിടേക്ക് പിക്നിക്കിനല്ല വന്നിരിക്കുന്നത്. റിയലി താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. ബൈ ബൈ രുദ്ര. ജെനി ജോഡി മണ്ടത്തരമൊക്കെ കാണിക്കാം, പക്ഷെ കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിക്കണം. നെക്സ്റ്റ് ടൈം ഇതൊക്കെ ഒന്ന് ഓർമ്മിക്കണം കേട്ടോ. ആ കോബ്രയിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടുന്നത്? അതിന്റെ സൈസ് കണ്ടില്ലേ? സൂക്ഷിച്ച്.
പക്ഷെ ഇവിടെ ഒന്നും ഗോൾഡൻ ഔളിനെ കാണുന്നില്ലല്ലോ. അല്ല ഇതെന്താ? ഗോൾഡൻ ഔൾ ഇവിടെ ഇല്ല. പക്ഷെ ആദ്യം അത് ഇവിടെ ഉണ്ടായി കാണും. നമ്മളിവിടെ വരുന്ന കാര്യം ഒരു പക്ഷെ അത് അറിഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കും അത് പറന്ന് വരവിടങ്ങി പോയത്. ഞാൻ വിചാരിച്ചതിനേക്കാളും ഈ കോമ്പറ്റീഷൻ വളരെ ടഫാണ്. ഒരു പക്ഷെ ഇങ്ങനെ സംഭവിച്ചു കാണോ? നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് വേറെ ആരെങ്കിലും എടുത്തോണ്ട് പോയിരുന്നെങ്കിലോ? നോ മൈറ, അത് സ്വന്തം ഇഷ്ടത്തിനാണ് പറന്നു പോയിരിക്കുന്നത്. ഗോൾഡൻ ഔൾ ഒരു സ്റ്റാച്ചു അല്ലേ? പിന്നെ എങ്ങനെയാ അത് പറന്നു പോകുന്നത്? മൈറ, നീ ഒരു കാര്യം മറക്കരുത്. ഗോൾഡൻ ഔൾ ഒരു മാജിക്കൽ ക്രീച്ചർ ആണ്. സ്കൂളിന്റെ പ്രൊട്ടക്ടർ ആണ്. അത് ഓർഡിനറി ആയിരിക്കില്ല. ഈ കോബ്രസ് എങ്ങനെ വീണ്ടും വന്നത്? നമ്മുടെ കാര്യം പോകാം. ഫ്രണ്ട്സ്, ഒന്ന് സമാധാനിക്ക്. അവര് നമ്മളോട് എന്തോ സംസാരിക്കാൻ വന്നിരിക്കുകയാണെന്ന് തോന്നുന്നത്. മൈറ, വരുൺ, ഞാൻ ആ കോബ്രയുടെ കണ്ണുകളുടെ അകത്ത് ഗോൾഡൻ ഔളെ കണ്ടു. പക്ഷേ ഈ കോബ്ര അവളെ പിടിച്ച് വിഴുങ്ങി കാണുവോ? ഈ എല്ലാ കോബ്രാസും ഗോൾഡൻ ഔളിന്റെ പ്രൊട്ടക്ടർ ആണ്. പിന്നെ എങ്ങനെയാ അതിനെ വിഴുങ്ങാ? മൈറ ഇസ് റൈറ്റ്. എനിക്ക് തോന്നുന്നത് ഗോൾഡൻ ഔൾ തന്റെ ഇഷ്ടപ്രകാരം കോബ്രയുടെ ഹെഡിൽ ചെന്നതായിരിക്കാം. അതേതായാലും കൊള്ളാം. അത് അകത്ത് ചെന്ന് സുഖമായിട്ട് ഇരിക്കുക. നമ്മളാണെങ്കിൽ ഈ കോബ്രാസിൽ ലഞ്ചാവാൻ പോവാണ്. അല്ല, ഇനി ആ ഗോൾഡൻ ഔളിനെ നമ്മൾ എങ്ങനെയാ പിടിക്കരുത്ര? ഇനി അതിന് ഒറ്റ വഴിയേ ഉള്ളൂ. ഞാനിപ്പോ കോബ്രയുടെ വായിന്റെ അകത്ത് ചെന്ന് അതിനെ പുറത്തേക്ക് കൊണ്ടുവരണം. അത് വളരെ റിസ്ക് ആണ്. തിരിച്ചു വന്നേക്ക് രുദ്ര. Small size creator. ഇതെങ്ങനെയാ സംഭവിച്ചത്? ഗോൾഡൻ ഔളിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടു. പക്ഷെ അത് റിലാക്സ് ആയിട്ട് ഇരുന്ന് ഊഞ്ഞാലാടാണല്ലോ. ഈ സൈസിൽ പോയാൽ എനിക്ക് അതിനെ പിടിക്കാനാവില്ല. നോർമൽ എസ്ട്രിക്കോ. പോവല്ലേ, ഒന്ന് നിൽക്ക. Lilliputino. ഇവര് വീണ്ടും തിരിച്ചെത്തിയ? മൈറ, വരുൺ, വേഗം കാട്ടിനകത്തേക്ക് പറക്ക്. ഗോൾഡൻ ഔൾ അവിടേക്കാ പോകുന്നത്. നോർമൽ എസ്ട്രിക്കോ. ജോഡി, ഞാൻ ഈ വഴിക്ക് പോകാം. നീ ആ വഴിക്ക് പോയി നമുക്ക് ഗോൾഡൻ ഔളിനെ പിടിക്കണം.
ജോഡിയുടെ കയ്യിൽ കിട്ടിപ്പോവരുത്. നമുക്ക് അവരെ തടഞ്ഞു നിർത്തിയേ പറ്റൂ. എന്നെ കെട്ടഴിച്ചു വിട്. സോറി സോറി. ഈ കെട്ടഴിച്ചു വിട്ടാലേ ഞാൻ അങ്ങ് പറന്ന് പോയിക്കൊണ്ടിരിക്കും. ആ അഴിച്ചുവിട് അഴിച്ചുവിട്. ഇതിനാണ് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു പറയുന്നത്. അല്ല, വേറൊരു വഴി കണ്ടുപിടിക്കണം. ഐഡിയ. പേടിച്ചു കഴിഞ്ഞു. വരുൺ ഗോൾഡൻ അവളെ പിടിച്ചു. കൺഗ്രാറ്റുലേഷൻസ് രുദ്ര. ഇനി നമുക്ക് ട്രോഫിയും കിട്ടും, നിനക്ക് സ്കോളർഷിപ്പും കിട്ടും. നിങ്ങൾക്ക് ആർക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഗോൾഡൻ ഔൾ അത് എന്റേതാണ്. അതെനിക്ക് തരൂ. എന്റെ തരാനാ പറഞ്ഞത്. ഗോൾഡൻ ഔൾ ഞാനും എന്റെ ഫ്രണ്ട്സും കൂടിയാണ് കണ്ടുപിടിച്ചത്. ഞങ്ങൾ എന്തിനാ നിങ്ങൾക്ക് തരുന്നേ? ഗോൾഡൻ ഔൾ ഉറപ്പായിട്ട് ഞാൻ കൊണ്ടുപോയിരിക്കും. അതൊരു സാധാരണ ഔളല്ല. ആരുടെ കൈവശമാണോ ഗോൾഡൻ ഔൾ ഉള്ളത് അവർ ഈ ലോകത്തിലെ ഏറ്റവും അതിശക്തനായ മജീഷ്യനായിട്ട് മാറും. അതാണ് കാര്യമെങ്കിൽ ഈ ഗോൾഡൻ ഔൾ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. നീ എന്താ പറഞ്ഞ എനിക്ക് തരില്ലെന്നോ? എന്നാ ഞാനത് തട്ടിയെടുക്കും. എനിക്ക് തരാനാ പറഞ്ഞത്. ഇപ്പോൾ ഇത് എന്റെ കയ്യിലാ. ഈ ഗോൾഡൻ അവൾ നിന്റേതുമല്ല, പിന്നെ നിന്റേതുമല്ല രുദ്ര. ആരോ പണ്ട് പറഞ്ഞിട്ടുണ്ട്, രണ്ട് പൂച്ചകൾ തല്ലുകൂടുന്നതിനിടയിൽ എലി രക്ഷപ്പെട്ട കഥ. ബൈ ബൈ, സീ യു ഇൻ ദി സ്കൂൾ. No!
നോ, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഗോൾഡൻ അവൾ എനിക്ക് വേണം. നിങ്ങൾ എന്തിനാ ഈ കരയുന്നത്? ഞാൻ കറിയാതെ പിന്നെ എന്താ ചെയ്യുക? ഗോൾഡൻ അവൾ എനിക്ക് വളരെ അത്യാവശ്യമാണ്. എനിക്ക് അതിശക്തനൊന്നും ആവേണ്ട ആവശ്യമില്ല. അതൊക്കെ വെറും കള്ളക്കഥകളായിരുന്നു. സത്യം പറഞ്ഞാൽ ഗോൾഡൻ അവൾ എനിക്ക് എന്റെ മകന് കൊടുക്കാനായിരുന്നു. കണ്ടില്ലേ, ഇയാളിരുന്ന് ഇങ്ങനെ കരയുന്ന കണ്ടില്ലേ? എന്റെ മകന് സ്കൂളിൽ ഫ്രണ്ട്സ് ആരും തന്നെ ഇല്ല. കാരണം അവനൊരു പി യൂണിറ്റ് മകനാണ്. പഠിക്കുന്ന കാര്യത്തിലും അവൻ നമ്പർ 1 അല്ല, കളിക്കുന്ന കാര്യത്തിലും അല്ല, മറ്റൊരു ആക്ടിവിറ്റീസിലും അവനില്ല. അവന്റെ കാര്യം ഓർക്കുമ്പോഴായി എനിക്ക് ഭയങ്കര വിഷമം. അങ്ങനെയൊന്നും പറയരുത്. ഓരോ മനുഷ്യനും ഡിഫറെന്റ് ആണ്. നിങ്ങളുടെ മകനും സ്പെഷ്യൽ ക്വാളിറ്റി എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഒരു പക്ഷെ നിങ്ങളത് തിരിച്ചറിഞ്ഞു കാണില്ല. ക്വാളിറ്റി എന്ന് പറയുമ്പോ അവൻ ആകെ ഒരു ക്വാളിറ്റി മാത്രമേ ഉള്ളൂ. അത് ഒരു നെഗറ്റീവ് ആണ്. എപ്പോഴൊക്കെ അവന് ദേഷ്യം വരുന്നുവോ അപ്പോഴൊക്കെ അവന്റെ ടോട്ടൽ ബോഡിയും തീ പോലെ അങ്ങ് ചൂടാവും. എന്ത് നേരത്തെ പറഞ്ഞ നന്നായി. തീർച്ചയായിട്ടും അവന്റെ അടുത്ത് പോലും ഞാൻ പോവില്ല. കണ്ടോ, നീ തന്നെ ഇപ്പൊ പറഞ്ഞില്ലേ, വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയത്. ആ ഗോൾഡൻ അവൾ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാനിത് അവന്റെ കയ്യിൽ കൊടുത്ത് സ്കൂളിൽ പറഞ്ഞയക്കുമായിരുന്നു. അപ്പൊ പിന്നെ സ്കൂളിലെ അവനെ അവോയ്ഡ് ചെയ്യുന്ന എല്ലാ കുട്ടികളും അവന് പിന്നാലെ തന്നെ ചുറ്റിക്കറങ്ങുമായിരുന്നു. അവൻ സ്കൂളിലെ ഹീറോ ആയി മാറുമായിരുന്നു. അവൻ വളരെ ഇന്നസെന്റ് ആണ്. തുറന്നു പറഞ്ഞാൽ അവന് ഒട്ടും ആത്മവിശ്വാസമില്ല. ഒരു പക്ഷെ ഗോൾഡൻ അവൾ അവന് കിട്ടിയിരുന്നെങ്കിൽ അപ്പോൾ അവന് ഒരുപാട് ആത്മവിശ്വാസം ഉണ്ടായേനെ. ഓഹോ, അല്ല, ഒരു കാര്യം പറയുമോ? നിങ്ങൾ ഈ അവൻ അവൻ എന്ന് പറയുന്നത് ആരവൻ? അവൻ എന്റെ ഒപ്പം തന്നെ വന്നിട്ടുണ്ട്. അവന്റെ പേര് അപ്പു എന്നാണ്. ആ അതെ, അപ്പു. ഞാൻ വരുന്ന വഴിയെല്ലാം അവന്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയച്ച് അവനെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് നിങ്ങൾ കണ്ടില്ലേ, ഇത്രയും നേരമായിട്ടും അവൻ ഇവിടെ എത്തിച്ചു തന്നിട്ടില്ല. നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ അപ്പുവിന് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്തത്. നിങ്ങളുടെ ലക്ഷ്യം നല്ലതാണ്, പക്ഷെ മാർഗം തെറ്റാണ്. എന്നാലും ഞാൻ വാക്കു തരുന്നു, അപ്പുവിനെ സേഫ് ആയിട്ട് ഞാൻ തിരിച്ച് സ്കൂളിൽ എത്തിക്കും. നിങ്ങൾ സ്കൂളിലേക്ക് പോകോളൂ. താങ്ക് യു രുദ്ര, താങ്ക് യു. ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഇതുപോലൊരു സംഭവം നടന്നിട്ടില്ല. ഇപ്പോഴത് സാധ്യമായിരിക്കുകയാണ്. ഇതിപ്പോൾ ഗോൾഡൻ അവൾ കോമ്പറ്റീഷനിലെ ചാമ്പ്യൻസിനെ വെൽക്കം ചെയ്യേണ്ട സമയമാണ്. ഒരു വലിയ കയ്യടിയോടെ ചാമ്പ്യൻസിനെ വരവേൽക്കാം. ഹലോ എവരിബഡി, ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ജെനി ജോഡി, കൺഗ്രാറ്റുലേഷൻസ്. പക്ഷേ ഗോൾഡൻ അവൾ അതെവിടെ? ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷം ഞങ്ങൾ ഗോൾഡൻ അവളിനെ കണ്ടുപിടിച്ചിരിക്കുകയാണ് മാം. പ്രസന്റിംഗ്. അതെവിടെ പോയി? ജെനി, നീ ഏതവളിന്റെ കാര്യം പറഞ്ഞ? എന്ത്? അവളെവിടെ? നമ്മളതിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നതല്ലേ? ആരോ ഇക്കാര്യത്തിൽ നമ്മളെ ചീറ്റ് ചെയ്തിരിക്കുക. ചീറ്റേഴ്സ് ഒരിക്കലും ചീറ്റിങ്ങിനെ കുറിച്ചൊന്നും സംസാരിക്കരുത്. ശരിക്കുമുള്ള ഗോൾഡൻ അവൾ എടുത്തവർ നേരും നെറിയുമുള്ളവരാണ്, നല്ലവരാണ്. അവരവരുടെ ലക്ഷ്യം നേടി. ഞങ്ങൾക്കറിയായിരുന്നു രുദ്ര അല്ലാതെ വേറെ ആർക്കും ഈ ഗോൾഡൻ അവളെ കണ്ടെത്താൻ പറ്റില്ല എന്ന്. ജോഡി, നമ്മൾ രുദ്രയുടെ കയ്യിൽ നിന്ന് ഗോൾഡൻ അവൾ തട്ടിപ്പറിച്ചതല്ലേ? പിന്നെ അതെങ്ങനെ രുദ്രയുടെ കയ്യിൽ വീണ്ടും എത്തി? I will explain. അതെന്താന്ന് വെച്ചാൽ, കള്ളന്മാരായ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് പ്ലാൻ ചെയ്ത് ഓടി വന്നില്ലേ? അപ്പൊ തന്നെ രുദ്ര ഒരു പെർഫെക്റ്റ് പ്ലാൻ റെഡിയാക്കിയിരുന്നു. അപ്പൊ രുദ്ര ഇത് ചീറ്റിംഗ് ആണ്. ഇത് തെറ്റായ കാര്യമാണ് മാഡം.
കാണുങ്കോ. ജെനി ജോഡി, ഇത് രുദ്രയാണ്. നിങ്ങൾ രണ്ടുപേരുടെ പ്ലാനിംഗ് അവസാനിക്കുന്ന സ്ഥലത്താണ് രുദ്രയുടെ പ്ലാനിംഗ് സ്റ്റാർട്ട് ആകുന്നത്. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. കൺഗ്രാറ്റുലേഷൻ രുദ്ര, നീയും നിന്റെ ടീമും ചേർന്ന് ഈ കോമ്പറ്റീഷനിൽ വൻ വിജയമാണ് നേടിയിരിക്കുന്നത്. പക്ഷേ ഗോൾഡൻ ഔളിനെ ഈ അക്കാദമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? മാഡം, കോമ്പറ്റീഷനിൽ ജയിക്കുന്നതും തോൽക്കുന്നതും സാധാരണയാണ്. ഈ പ്രാവശ്യം ഞാനല്ല, വേറൊരുത്തനാണ് ഗോൾഡൻ ഔൾ കണ്ടെത്തിയത്. എന്തായി പറയുന്നത്? നീ അല്ലെങ്കിൽ പിന്നെ ഗോൾഡൻ ഔളിനെ ആരാണ് കണ്ടെത്തിയത്? ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്, പ്ലീസ് വെൽക്കം ദ റിയൽ വിന്നർ ഓഫ് ടുഡേസ് കോമ്പറ്റീഷൻ. അപ്പോ ഇവരെ കോമ്പറ്റീഷനിൽ നമ്മൾ എവിടെയും കണ്ടതുപോലെയില്ലല്ലോ. അപ്പോ എന്നോടൊരു കാര്യം സത്യം പറയേ, ഈ അപ്പുവിന്റെ കയ്യില് ഗോൾഡൻ ഔൾ എങ്ങനെയാ വന്നത്? അത് തേടി കണ്ടെത്തിയത് രുദ്രയല്ലേ? തേടി കണ്ടെത്തിയത് രുദ്ര തന്നെയാണ്. പക്ഷെ അവൻ വീണ്ടും ഒരു റോക്കിൽ ഗോൾഡൻ അവൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. എന്ന് വെച്ചാൽ? അതായത് രുദ്ര നിങ്ങളോട് പോവാൻ പറഞ്ഞില്ലേ, അതിനുശേഷം ഈ അപ്പുവിന്റെ ഫോക്കസ് എവിടെയാ? ഗോൾഡൻ ഔൾ. ശരിക്കും ഇത് അത് തന്നെയാണോ? ആർക്കും തേടി കണ്ടുപിടിക്കാൻ പറ്റാത്തതാണോ? പക്ഷെ എനിക്ക് കിട്ടിയല്ലോ. നീ ഇപ്പൊ എന്താ ആലോചിക്കുന്ന അപ്പു? വേഗം ചെന്ന് അതിനെ പിടിക്കേ പിടിക്കേ. ഗോൾഡൻ ഔൾ സ്വന്തമാക്കാനുള്ള ഗോൾഡൻ ചാൻസ്. ഇന്നത് എന്റെ കയ്യിൽ നിന്ന് മാർഗം തട്ടിപ്പറിക്കാനാവില്ല. അതേതായാലും നന്നായി. ഞാൻ ഈ ഗോൾഡൻ ഔൾ തേടി കണ്ടെത്തി കഴിഞ്ഞു. ഇന്ന് ഞാൻ എല്ലാവരുടെ മുമ്പിലും ഒരു കാര്യം പ്രൂവ് ചെയ്യും. അപ്പു മൊബൈൽ നോക്കാൻ മാത്രമല്ല, അവൻ എന്ത് വിചാരിച്ചാലും അത് സാധിക്കുമെന്ന് പ്രൂവ് ചെയ്യും. നിങ്ങളുടെ മകന് ആവശ്യം വെറും മോട്ടിവേഷൻ മാത്രമായിരുന്നു. രുദ്ര കറക്റ്റ് സമയത്ത് കറക്റ്റ് ആയ സ്ഥലത്ത് അവന് മോട്ടിവേഷൻ കൊടുക്കുകയും ചെയ്തു. അതിന്റെ റിസൾട്ട് ആണ് ഇത്. നേരിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. താങ്ക് യു സോ മച്ച് രുദ്ര. എന്റെ അപ്പുവിനോട് ചെയ്ത കാര്യമുണ്ടല്ലോ, അതിനുവേണ്ടി എങ്ങനെയാണ് ഞാൻ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. രുദ്ര ഈസ് ഗ്രേറ്റ്. ആത്മാർത്ഥമായിട്ട് പറയാ. ഇതാ പിടിച്ചോളൂ മാഡം കാനുങ്കോ. ഇപ്പോൾ നമ്മൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു. ഈ അപ്പു, ഇവനെ നമ്മൾ എല്ലാവരും കളിയാക്കുമായിരുന്നു. പക്ഷെ ഇന്നവൻ ഇത് ചെയ്തിരിക്കുകയാണ്. ഒരു ബ്രില്യൻ സ്റ്റുഡന്റിന് കഴിയാത്തത് പോലും അവൻ ചെയ്തിരിക്കുന്നു. വെൽ ഡൺ അപ്പു, വി ആർ വെരി പ്രൗഡ് ഓഫ് യു. നിനക്ക് ഈ ട്രോഫിയും സ്കോളർഷിപ്പും ലഭിക്കുന്നതാണ്. നീയാണ് നമ്പർ 1. ഞാൻ നേരത്തെ അനൗൺസ് ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ താങ്ക് യു. അച്ഛാ, ഇത് കണ്ടോ, എനിക്ക് ട്രോഫി കിട്ടിയിരിക്കുക. എനിക്ക് ഒരു കാര്യം മനസ്സിലാവാത്തത്, ഈ അപമാനം ഞാൻ ഇനി എങ്ങനെ സഹിക്കുന്ന ആലോചിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും രുദ്രയോട് തോൽക്കുന്നത് പോട്ടെ, എന്നാ ഇനി അപ്പോടെ മുമ്പിലാ തോറ്റിരിക്കുന്നത്. സ്റ്റുഡൻസ്, ഈ വർഷത്തെ കോമ്പറ്റീഷൻ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ഈ ഗോൾഡൻ ഔൾ നമ്മളുടെ സ്കൂളിന്റെ പ്രൊട്ടക്ടർ ആണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഒരിക്കലും തടവിൽ വെക്കാറില്ല. അടുത്ത വർഷം വീണ്ടും ഈ കോമ്പറ്റീഷൻ നടക്കും. നിങ്ങൾക്ക് വീണ്ടും ഈ ഗോൾഡൻ ഔളിനെ കണ്ടെത്താനുള്ള അവസരവും ലഭിക്കും. അതുവരെ
ഐ ആം പ്രൗഡ് ഓഫ് യു രുദ്ര. നീ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് നേരത്തെ ഓ അറിയാമായിരുന്നു. ജയ്സിംഗ് നിന്നെ നല്ലൊരു മജീഷ്യനായി മാത്രമല്ല ഒരു നല്ല മനസ്സുള്ള ഒരു കുട്ടിയായും കൂടി നിന്നെ വളർത്തിയിരിക്കുകയാണ്. താങ്ക് യു മാഡം. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. ഈ അക്കാദമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നല്ലതായാലും മോശമായാലും അതിനൊക്കെ ഞാനാണ് റെസ്പോൺസിബിൾ. നീ എന്താ കരുതിയത്? ഇത്രയും ഡേഞ്ചറസ് ആയ കോമ്പറ്റീഷനിൽ കുട്ടികളായ നിങ്ങളെ ഞാൻ വാച്ച് ചെയ്യില്ലെന്ന് കരുതിയോ? ആ, Watch India's largest kids library only on Geo Hotstar. Download the app now.